പുതിയ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീർ. മുർഷിദാബാദിൽ ഡിസംബർ 6 നടക്കുന്ന മസ്ജിദിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് നിരവധി മുസ്ലിം നേതാക്കൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ 33ാം വാർഷികത്തിലാണ് പുതിയ ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. വാർത്താ ഏജൻസിയായ ANAയോട് സംസാരിക്കുമ്പോഴാണ് തൃണമൂൽ MLA പള്ളി നിർമ്മിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. മുർഷിദാബാദിലെ ബെൽദംഗിയിലാണ് തറക്കിടൽ കർമ്മം നടക്കുക. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഹുമയൂൺ കബീർ പറയുകയാണ്. ഇതിനെതിരെ BJPയും കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈകാരിക വിഷയങ്ങൾ ഉയർത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് BJP വക്താവ് ഗൗരവ് ഭാട്ടിയ പറയുന്നുണ്ട്. ക്രിമിനൽ രാഷ്ട്രീയമാണ് തൃണമൂൽ നടത്തുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആശീർവാദത്തോടെയാണ് കബീർ ഇക്കാര്യം പറഞ്ഞത് എന്നും ഭാട്ടിയ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് BJP വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബംഗാളിൻ്റെ ഐക്യം തകർക്കാനുള്ള നീക്കമാണിത് എന്നും ഹിന്ദുക്കളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നും കേന്ദ്രമന്ത്രി സുഗന്ധ മജുംദാറും വ്യക്തമാക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ ഒരു കല്ല് പോലും ഇടാൻ അനുവദിക്കില്ല എന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി അമ്പലവും പള്ളിയും ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിന് തങ്ങൾ എതിരല്ല. പള്ളിയും അമ്പലവും നിർമ്മിക്കാം, എന്നാൽ അത് തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ടാണെങ്കിൽ ശരിയല്ല എന്നും അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഡിസംബർ 6 കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ റാലി സംഘടിപ്പിക്കാറുണ്ട്. ബാബറി മസ്ജിദ് തകർത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ റാലി. മമതാ ബാനർജി, അഭിഷേക് ബാനർജി പോലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇത്തവണ പാർട്ടിയുടെ യുവജന വിഭാഗമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 1992 അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തത്. നിരവധി RSS, BJP, സംഘപരിവാർ സംഘടനാ നേതാക്കൾ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത്. എല്ലാവരെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലം രാമക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടുകൊടുത്ത് സുപ്രീം കോടതി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. പകരം മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ 5 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി, എന്നാൽ പള്ളിയുടെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല.